ഇന്ന് വെള്ളരിക്ക കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കാം. വെള്ളരിക്ക നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വെള്ളരിക്ക നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്കയിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക വേകാൻ ആവശ്യമായ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളരിക്ക വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളരിക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളരിക്ക വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായ അത്രയും ഒരു 1/4 ഭാഗം വെള്ളം മാത്രം മതിയാകും. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി, 6 കാന്താരി മുളക്, 2 കറിവേപ്പില, അതായത് 2 ഇതൾ മാത്രം മതിയാവും, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിന് നല്ലൊരു മണമാണ് കേട്ടോ. അതായത് ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കാന്താരി മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ലൊരു വാസന ഉണ്ടാകും. ഇതിലേക്ക് തന്നെ കട്ടിയുള്ള തൈര് ഇട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ കട്ടിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നത്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒന്ന് വിപ്പ് ചെയ്താൽ മാത്രം മതിയാവും, ഒത്തിരി വെള്ളമാക്കി എടുക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് തൈരിലേക്ക് കാന്താരി മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം ഒരു സ്വാദ് തൈരിലേക്കാകത്തുള്ളൂ. തൈരിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഫ്ലെയിം വളരെ കുറച്ചാക്കി വെക്കുക. തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. തൈര് തിളയ്ക്കാനായിട്ട് പാടില്ല, അതുകൊണ്ട് ഫ്ലെയിം തീരെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. മൺചട്ടിയാണ്, ഇത് നല്ല ചൂടുണ്ടാവും ഇതിന്. അതുപോലെ ചൂട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഈ മൺചട്ടി. അതുകൊണ്ട് മൺചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുക. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് നോക്കണം. മാത്രമല്ല ഈ ചൂടിലിരുന്ന് ഈ ഒരു ചൂട് മാത്രം മതിയാകും ഇത് നന്നായിട്ട് പാകമായിട്ട് വരാനായിട്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തിളച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ചെറിയ ഫ്ലെയിമിൽ ഇതിനെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന്. അല്ല ചൂടായിട്ടില്ല എങ്കിൽ മോരെല്ലാം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഈ മോരിലിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ചൂടുണ്ടാവണം, അത് മാത്രം മതി. ഇത് തിളച്ച് പോകരുത്. ഇതിവിടെ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത്. വെള്ളരിക്കയും മോരും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. മോരിലെ പുളി വെള്ളരിക്കയുടെ കഷ്ണങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. മാത്രമല്ല ഇതിലെ മോരിലാണെങ്കിലും ഒരു പ്രത്യേക ഫ്ലേവറാണ്. കാരണം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ആ ഒരു ഫ്ലേവർ തന്നെ മതിയാവും നല്ല ചൂട് ചോറ് കഴിക്കാനായിട്ട്. ഇത്തരത്തിൽ വെള്ളരിക്കയും മോരും കൂടെ ചേർത്ത് കറി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്